മീഷോന്ന് ഞാനൊരു കുന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ വന്നത് പല ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അത് അൺബോക്സ് ചെയ്തെന്ന് കരുതിയിട്ട് എല്ലാം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ക്ഷമ നശിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും പൊട്ടിക്കാൻ പോവാണ്. ചെറിയ പാക്കറ്റിൽ നിന്ന് വലിയ പാക്കറ്റിലോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഞാൻ പുറത്തോട്ട് എടുത്തപ്പോഴാണ് ആ നഗ്നമായ സത്യം എനിക്ക് മനസ്സിലായത് ഗൈസ്. ഞാൻ ഓർഡർ ചെയ്ത കളറല്ല വന്നിരിക്കുന്നത്. ഞാനൊരു ബ്ലൂഷ് ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന പിസ്ത ഗ്രീൻ കളറാണ്. കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റാണ് കേട്ടോ. നമ്മുടെ ഈ മാർബിൾ കല്ല് ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പിലുള്ള കമ്മലാണ്. എന്തായാലും ഞാനത് റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഞാൻ ഓർഡർ ചെയ്ത കളറല്ലല്ലോ വന്നത്. പിന്നെ അടുത്ത ബോക്സ് തുറക്കുകയാണ്. അതിലെന്തോ ഒരു കാർഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ക്വയർ ടൈപ്പിലെ വാച്ച് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഞാൻ നോർമൽ ഗോൾഡ് ആണെന്നാണ് വിചാരിച്ചത്. റോസ് ഗോൾഡ് ആണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. എന്തായാലും അതിൽ ഞാൻ ഹാപ്പിയാണ്. അടുത്തത് ഈ ബോക്സ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഭയങ്കര ത്വരയോടുകൂടി ഇരുന്നത്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരുന്നത് കേട്ടോ. കാരണം കുറേ നാളായി ഞാൻ ഹീൽസ് വേണ്ടാന്ന് ഉപേക്ഷിച്ചിട്ട് അപ്പം ഞാൻ മീഷോയിൽ ഇങ്ങനെ തപ്പിയപ്പോഴത്തേന് ഒരു ഹീല് കണ്ടിട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത അതേ സാധനം തന്നെ വന്നിട്ടുണ്ട് എക്സാക്റ്റ്. പക്ഷെ പുറത്തോട്ട് എടുത്തപ്പോഴാണ് എനിക്ക് പണി പാളിയെന്ന് മനസ്സിലായത്. എൻ്റെ സൈസ് അല്ല ഗൈസ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് സൈസ് 8 വരെയുള്ള സൈസ് ഉണ്ടായിരുന്നുള്ളൂ. നോർമലി എനിക്ക് 7ഉം 8ഒക്കെ മതിയാവും. പക്ഷെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കാല് ഫ്രണ്ട് അങ്ങോട്ട് കയറുന്ന പോലും ഇല്ല ഗൈസ്. ഭയങ്കര ടൈറ്റാണ്. പാർക്കുട്ടി ഹീൽസ് അങ്ങനെ ഇട്ട് തുടങ്ങിയില്ല. പക്ഷെ അവളുടെ ഏകദേശ സൈസാണ് കേട്ടോ. ഇതും ഞാൻ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് അടുത്ത പാക്കറ്റ് പൊട്ടിക്കുകയാണ്. അടുത്ത പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ടീഷർട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഒരു സ്ലീവ്ലെസ് ടീഷർട്ട്. ഇതേ കണ്ടോ, ഒരു ഗ്രീനിഷ് ബ്ലൂ. ഇതിനൊക്കെയാണ് മാച്ചിങ് ആയിട്ട് ഞാൻ കമ്മൽ ഓർഡർ ചെയ്തത്. കമ്മലിൻ്റെ കളർ വേറെ വന്നതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ നല്ല ബ്ലൂ ആയിട്ട് തോന്നുമെങ്കിലും ബ്ലൂ അല്ല കേട്ടോ, ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ്. അപ്പോൾ ആ ഒരു സ്ലീവ്ലെസ് ടീഷർട്ടാണ്. പിന്നെ ഈ താഴെ ഇങ്ങനെ ഒരു നോട്ടൊക്കെ ഉണ്ട്, കെട്ടൊക്കെ ഇടാൻ പറ്റും. ഇതെൻ്റെ കറക്റ്റ് സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ണം വെച്ചപ്പോൾ ഇപ്പോൾ ടീഷർട്ടൊക്കെ ഞാൻ ലാർജ് സൈസാണ് എടുക്കുന്നത്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജീൻസിൻ്റെ സ്കേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ലൈൻ ടൈപ്പിലുള്ളൊരു സ്കേർട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പൊട്ടിക്കുന്നത് ഗൈസ്. നല്ല കളർ കേട്ടോ, നല്ല കളർ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ജീൻസും ആണ്, ജീൻസിൻ്റെ മെറ്റീരിയൽ. പക്ഷെ എനിക്ക് വേസ്റ്റും കണക്കല്ല, കുറച്ച് ലൂസാണ്, ലെങ്തും കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അത് റിട്ടേൺ ചെയ്യണ്ട. ഞാൻ എന്തായാലും അത് ഓൾട്ടർ ചെയ്യാം എന്നുള്ള പ്ലാനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ കോഡ് ഇട്ട് തന്നേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.